ഇപ്പൊ ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ഭാഗത്ത് രാഷ്ട്രപതിയെ പറ്റി നോക്കാം. ഇപ്പം രാഷ്ട്രപതി എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആണ്. മെയിൻ ആയിട്ടും എക്സിക്യൂട്ടീവ് വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗത്തിൽ പെടുന്നതാണ് രാഷ്ട്രപതി. ഇനി ഗവൺമെന്റിനെ നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിങ്ങനെ 3 വിഭാഗമാണ്. അപ്പൊ അതില് രാഷ്ട്രപതി എന്ന് പറയുന്ന എക്സിക്യൂട്ടീവിൽ മാത്രമല്ല, ലെജിസ്ലേച്ചറിലും ഉൾപ്പെടുന്നുണ്ട്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതിയും കൂടി ഉൾപ്പെടുമ്പോഴാണ് നിർമ്മാണ സഭ ആകുന്നത്. അതായത് ഏതൊരു ബില്ല് ആയി അത് നിയമമാകണമെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെക്കണം. അതുകൊണ്ട് ലെജിസ്ലേച്ചറിന്റെയും ഭാഗമാണ് രാഷ്ട്രപതി, എക്സിക്യൂട്ടീവിന്റെ ഭാഗമാണ്. ഇനി എക്സിക്യൂട്ടീവിൽ ആരൊക്കെയാണ് വരുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. അതായത് ലെജിസ്ലേച്ചർ നിർമ്മിക്കുന്ന ഒരു നിയമം എക്സിക്യൂട്ട് ചെയ്യുന്നത് അഥവാ നടപ്പിലാക്കുന്നത് ഇവരൊക്കെയാണ്. ആരൊക്കെ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇവരാണ് നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. പിന്നെ ജുഡീഷ്യറി നമുക്കറിയാം. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതിയുണ്ട്, സബ് കോടതി, മുനിസിപ്പൽ കോടതി, മജിസ്ട്രേറ്റ് കോടതി. ഇതെല്ലാമാണ് ജുഡീഷ്യറി. നിയമവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജുഡീഷ്യറിയിലാണ് വരുന്നത്. ഇനി രാഷ്ട്രപതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഥമ പൗരനാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി. രാഷ്ട്രതലവനും ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രതലവൻ എന്നറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഭാരതത്തിന്റെ എല്ലാ പ്രവൃത്തികളും നടത്തപ്പെടുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. ഭാരതത്തിന്റെ എല്ലാ പ്രവൃത്തികളും നടത്തപ്പെടുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. പക്ഷെ എന്താണ്? നാമമാത്രമായ അധികാരം മാത്രമാണ് പ്രസിഡന്റിന് ഉള്ളത്. എന്നാൽ ശരിക്കുള്ള അധികാരം ആരുടെ കയ്യിലാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയാണ് ശരിക്കുമുള്ള അധികാരം കൈകാര്യം ചെയ്യുന്നത്. പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദമാണ് 52. ഇന്ത്യക്ക് ഒരു രാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന അനുച്ഛേദം 52. അതായത് രാഷ്ട്രപതിയെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം 52. ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 53. ഇന്ത്യയുടെ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 53. ഈ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം എത്രയാണ്? 54. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 54. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് ആരാണ്? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് വഴിയാണ്. അതില് ഇനി ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇലക്ടറൽ കോളേജിലെ അംഗങ്ങളാണ് പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ലോക്സഭ, രാജ്യസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. പിന്നെ ആരാണ്? സംസ്ഥാന നിയമസഭയെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, അതായത് ഡൽഹി, പുതുച്ചേരി എന്നീ നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതായത് നോമിനേറ്റഡ് അംഗങ്ങളോ അതല്ലെങ്കിൽ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെയോ അംഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നില്ല. പിന്നെ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം വഴിയാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം ഇലക്ടറൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇലക്ടറൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പാർലമെന്റിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, നിയമസഭയിലെയും പിന്നെ 2 ഡൽഹി, പുതുച്ചേരി എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങൾ, അതായത് നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളോ അതല്ലെങ്കിൽ നോമിനേറ്റഡ് മെമ്പേഴ്സോ ഒന്നും ഇലക്ടറൽ കോളേജിൽ വരുന്നില്ല. ഇനി ബാലറ്റ് പേപ്പർ. പാർലമെന്റ് അംഗങ്ങൾക്ക് നൽകുന്ന ബാലറ്റ് പേപ്പറിന്റെ നിറം പച്ചയും നിയമസഭാ അംഗങ്ങൾക്ക് പിങ്കുമാണ്. പാർലമെന്റ് അംഗങ്ങൾക്ക് പച്ച,
നിയമസഭാ അംഗങ്ങൾക്ക് പിങ്ക്. രാഷ്ട്രപതിയായി മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക എത്രയാണ്? 15,000 രൂപയാണ്. രാഷ്ട്രപതിയായി മത്സരിക്കാൻ കെട്ടിവെക്കേണ്ട തുക 15,000 രൂപയാണ്. പിന്നെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയായിരിക്കും. അടുത്തത് നടപടിക്രമം. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം 55 ആണ്. 55. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇലക്ടറൽ കോളേജിലുള്ള അംഗങ്ങളുടെ വോട്ടിന്റെ മൂല്യം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 55ആണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇലക്ടറൽ കോളേജിലുള്ള അംഗങ്ങളുടെ വോട്ടിന്റെ മൂല്യം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 55. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ആണ് MLA-മാരുടെ വോട്ട് മൂല്യം കണക്കാക്കുന്നത്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് MLA-മാരുടെ വോട്ട് മൂല്യം കണക്കാക്കുന്നത്. അതനുസരിച്ച് കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യം 152 ആണ്. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യം 152 ആണ്. അതായത് ഈ കണക്ക് 1971-ലെ സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോഴും ഈ ജനസംഖ്യ കണക്കാക്കുന്നത്. അപ്പൊ അന്നത്തെ ആ ഒരു ജനസംഖ്യ അനുസരിച്ച് 2,13,47,375 വരും അന്നത്തെ ആ ഒരു ജനസംഖ്യ സെൻസസ് പ്രകാരം. എന്നിട്ട് അതിനെ എന്ത് ചെയ്യും? അതിനെ ആകെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140. 140. പിന്നെ എന്താണ്? 1/1000 കൂടെ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പം 152 വരും. ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. എം പിമാരുടേതും ഇതുപോലെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. അതായത് എല്ലാ സംസ്ഥാനത്തെയും MLA-മാരുടെ വോട്ട് മൂല്യം ഡിവൈഡഡ് ബൈ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം വിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് MP-യുടെ വോട്ട് മൂല്യം ലഭിക്കുന്നത്. ഇനി റിട്ടേണിംഗ് ഓഫീസർ രാജ്യസഭയിലെയോ ലോക്സഭയിലെയോ സെക്രട്ടറി ജനറൽ ആയിരിക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ റിട്ടേണിംഗ് ഓഫീസർ ആരാണ്? രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭയുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കും. ഇനി കാലാവധി. രാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അതിനെപ്പറ്റി പറയുന്ന കാലാവധിയെ പറ്റിയൊക്കെ പറയുന്ന അനുച്ഛേദം 56ആണ്. രാഷ്ട്രപതിയുടെ കാലാവധിയെ പറ്റി പറയുന്ന അനുച്ഛേദം 56. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്ന ഉപരാഷ്ട്രപതിക്കാണ്. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എത്ര തവണ വേണമെങ്കിലും രാഷ്ട്രപതി ഇലക്ഷനിൽ മത്സരിക്കാം. രാജിക്കത്ത് സമർപ്പിക്കുന്ന ഉപരാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിലെ രാഷ്ട്രപതിക്ക് അല്ലെങ്കിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി ആയി കഴിഞ്ഞിട്ട് വീണ്ടും എത്ര തവണ വേണമെങ്കിലും ഇലക്ഷനിൽ മത്സരിക്കാം. അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് 57. അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ ആണെങ്കിൽ ആകെ 2 തവണ മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. 2 തവണ മാത്രമേ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ആകെ കൂടി 8 വർഷം ഭരണത്തിലിരിക്കാം. ഈ രാഷ്ട്രപതി ആയി മത്സരിക്കാൻ വേണ്ട യോഗ്യത അല്ലെങ്കിൽ രാഷ്ട്രപതിയായി ഇരിക്കാൻ വേണ്ട യോഗ്യതകളെ പറ്റി പറയാം. ഒന്നാമത്തേത് ഇന്ത്യൻ പൗരനായിരിക്കണം. പിന്നെ 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തിയായിരിക്കരുത്. അപ്പൊ എന്തൊക്കെ യോഗ്യതകളാണ് ഒരു രാഷ്ട്രപതിക്ക് ഉണ്ടായിരിക്കേണ്ടത്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ ആദായകരമായ പദവികൾ വഹിക്കുന്ന വ്യക്തി ആയിരിക്കരുത്. രാഷ്ട്രപതി ആകുന്ന വ്യക്തി പാർലമെന്റിന്റെ ഇരുസഭകളിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലോ അംഗമാകാൻ പാടില്ല. രാഷ്ട്രപതി ആകുന്ന വ്യക്തി പാർലമെന്റിന്റെ ഇരുസഭകളിലോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലോ അംഗമാകാൻ പാടില്ല. രാഷ്ട്രപതി ആദായകരമായ മറ്റെന്തെങ്കിലും ഉദ്യോഗവും വഹിക്കാൻ പാടുള്ളതല്ല. പക്ഷെ നിലവില് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ഗവർണർമാര്, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാര്, അതായത് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അവർക്കൊക്കെ രാഷ്ട്രപതി ഇലക്ഷനിൽ വേണമെങ്കിൽ മത്സരിക്കാവുന്നതാണ്. അടുത്തത്
സത്യപ്രതിജ്ഞ. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞയെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 60. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആർട്ടിക്കിൾ എത്രയാണ്? 60. സത്യപ്രതിജ്ഞയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 60. സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇല്ലെങ്കിൽ ആരായിരിക്കും? ഏറ്റവും മുതിർന്ന സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അഭാവത്തിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഏറ്റവും മുതിർന്ന സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കും. അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പലതവണ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. അതിന്റെ ആർട്ടിക്കിൾ, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 61. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിക്രമമാണ് ഇംപീച്ച്മെന്റ്. ഇംപീച്ച്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 61. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇംപീച്ച്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏക കാരണം ഭരണഘടനാ ലംഘനമാണ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏക കാരണം ഭരണഘടനാ ലംഘനമാണ്. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാം. അപ്പൊ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിനു ശേഷം ഏതെങ്കിലും ഒരു സഭയിൽ, രാജ്യസഭയിലോ ലോക്സഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാം. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ 4/1 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ എത്ര അംഗങ്ങളുടെ പിന്തുണ വേണം? 4/1 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവണമെങ്കിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാവണമെങ്കിൽ 3/2 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം ആദ്യ സഭയിൽ പാസ്സാവുകയാണെങ്കിൽ അടുത്ത സഭയിലേക്ക് അയക്കുന്നു. രണ്ടാമത്തെ സഭ അതിന്മേൽ പുനരന്വേഷണം നടത്തുകയും ആ സഭയുടെ 3/2 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാവുകയും ചെയ്താൽ തത്സമയം രാഷ്ട്രപതി പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. അപ്പോഴെന്താണ്? ആദ്യത്തെ സഭ പാസ്സാക്കി, രണ്ടാമത്തെ സഭയിലോട്ട് അയച്ചു. പിന്നെ എന്താണ്? ആ സഭ, രണ്ടാമത്തെ സഭ അതിന്മേൽ പുനരന്വേഷണം നടത്തുകയും അവിടെയും 3/2 ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കുകയും ചെയ്താൽ രാഷ്ട്രപതി പദവിയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം. അപ്പൊ രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വന്നാൽ എത്ര മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം? 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കണം. ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഈ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്ന ആരായിരിക്കും? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ ചുമതലകൾ നിർവഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ഇനി രാഷ്ട്രപതിയും ഇല്ല, ഉപരാഷ്ട്രപതിയും ഇല്ല, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇല്ലെങ്കിൽ ആരായിരിക്കും രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത്? സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജ് ആയിരിക്കും. സുപ്രീം കോടതിയിലെ സീനിയർ ജഡ്ജ്. ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ നോക്കാം. ആദ്യത്തേത് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ. യൂണിയന്റെ കാര്യനിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. യൂണിയന്റെ കാര്യനിർവഹണ അധികാരം രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉന്നത പദവികളിലേക്കും പ്രധാനമന്ത്രി എന്നിവരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഉന്നത പദവികളിലേക്ക് പ്രധാനമന്ത്രി അങ്ങനെ മറ്റുള്ളവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ആരെയൊക്കെയാണ് പ്രധാനമായിട്ടും രാഷ്ട്രപതി നിയമിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാര്, UPSC ചെയർമാനും അംഗങ്ങളും, CAG, അറ്റോർണി ജനറൽ എന്നിവരെയൊക്കെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പിന്നെ കര, നാവിക, വ്യോമ സംയുക്ത സേന മേധാവികളുണ്ട്, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ, വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസഡർമാർ, ഹൈ കമ്മീഷണർമാർ, ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ, IAS, IPS അങ്ങനെയുള്ള അവരെയൊക്കെ നിയമിക്കുന്നതെല്ലാം രാഷ്ട്രപതിയാണ്. അപ്പൊ ആരെയൊക്കെയാണ് രാഷ്ട്രപതി നിയമിക്കുന്നത്? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർമാർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ചീഫ് ജസ്റ്റിസുമാരും പിന്നെ ജഡ്ജിമാരും,
UPSC ചെയർമാനും അംഗങ്ങളും CAG, അറ്റോർണി ജനറൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികള്, കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ, പിന്നെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസഡർമാരും ഹൈക്കമ്മീഷണർമാര്, പിന്നെ ഓൾ ഇന്ത്യ സർവീസിലെ അംഗങ്ങള്, ഇവരെ എല്ലാം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി നീക്കം ചെയ്യുന്നത്. രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത് ആരെയൊക്കെയാണ്? ഗവർണർമാര്, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാര്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം അവരെ നീക്കം ചെയ്യുന്നത് ഇംപീച്ച്മെന്റ് വഴിയാണ്. ഇത് രാഷ്ട്രപതി അവരെ നീക്കം ചെയ്യുന്നില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. പക്ഷെ ചീഫ് ജസ്റ്റിസുമാരെ ഉൾപ്പെടുന്നില്ല. UPSC ചെയർമാനും അംഗങ്ങളും PSC ചെയർമാനും അംഗങ്ങളും അറ്റോർണി ജനറൽ, CAG, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും അംഗങ്ങളും. അപ്പൊ ആരെയൊക്കെയാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത്? ഗവർണർമാര്, സുപ്രീം കോടതി ഹൈക്കോടതിയിലെ ജഡ്ജിമാർ, UPSC ചെയർമാനും അംഗങ്ങളും സംസ്ഥാന PSC ചെയർമാനും അംഗങ്ങളും അറ്റോർണി ജനറൽ, CAG, കേന്ദ്ര വിവരാവകാശ കമ്മീഷനും ചെയർമാനും അംഗങ്ങളും, പിന്നെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെ അംഗങ്ങളെ എല്ലാം നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. അടുത്തത് ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ. പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതിന് പ്രയോഗം എന്നാണ് പറയുന്നത്. ലോക്സഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ ഇരുസഭകളെയും വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോക്സഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, അതായത് ലോക്സഭയും രാജ്യസഭയും കൂടെ ഒന്നിച്ച് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്ന രാഷ്ട്രപതിയാണ്. അതിനെപ്പറ്റി സംയുക്ത സമ്മേളനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 108. സംയുക്ത സമ്മേളനം 108. CAG, UPSC, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നിവയുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വയ്ക്കുന്നത് രാഷ്ട്രപതിയാണ്. CAG, UPSC, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നിവയുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വയ്ക്കുന്നത് രാഷ്ട്രപതിയാണ്. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് അനുകൂലിക്കാനോ തടഞ്ഞു വെക്കാനോ തിരിച്ചയക്കാനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് അനുകൂലിക്കാനോ തടഞ്ഞു വെക്കാനോ തിരിച്ചയക്കാനോ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. പക്ഷെ മണി ബില്ല് മാത്രം തടഞ്ഞു വെക്കാൻ അധികാരമില്ല. രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട്. രാജ്യസഭയിലേക്ക് പൊതുവെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പാർലമെന്റിലേക്ക് എത്ര പേരെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാന്നായിരിക്കും ചോദിക്കുന്നത്. പാർലമെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം രാജ്യസഭയും ലോക്സഭയും കൂടെ ചേർന്നാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ രാജ്യസഭയിലേക്ക് 12 പേരെ നോമിനേറ്റ് ചെയ്യാനാണ് അധികാരം രാഷ്ട്രപതിക്കുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പം ലോക്സഭയിലേക്ക് ആരെയും നോമിനേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് പാർലമെന്റ് എന്ന് പറഞ്ഞാലും 12 പേര് തന്നെയാണ്, രാജ്യസഭ എന്ന് പറഞ്ഞാലും 12 പേരെ തന്നെയാണ് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത്. ലോക്സഭയിൽ 2 പേരെ നോമിനേറ്റ് ചെയ്യുന്ന അധികാരം ആർട്ടിക്കിൾ 104 പ്രകാരം റദ്ദാക്കി. അപ്പൊ നിലവിൽ ഇപ്പൊ പാർലമെന്റിലേക്കെന്ന് ചോദിച്ചാലും രാജ്യസഭയിലേക്കെന്ന് ചോദിച്ചാലും 12 തന്നെയാണ് ആൻസർ വരുന്നത്. അനുച്ഛേദം 123 അനുസരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അനുച്ഛേദം 123 അനുസരിച്ച് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ഒരു ഓർഡിനൻസിന്റെ സാധുത 6 മാസമാണ്. പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചക്കുള്ളിൽ പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റ് അംഗീകരിക്കണം. അപ്പൊ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് പാർലമെന്റ് സമ്മേളിക്കാത്ത സമയങ്ങളിലാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ഒരു ഓർഡിനൻസിന്റെ കാലാവധി 6 മാസമാണ്. അതിനുശേഷം എന്താണ്? പാർലമെന്റ് സമ്മേളിച്ച് 6 ആഴ്ചക്കുള്ളിൽ പ്രസ്തുത ഓർഡിനൻസ് പാർലമെന്റ് അംഗീകരിച്ചിരിക്കണം. പിന്നെ നോമിനേഷൻ പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ ബില്ല് അനുകൂലിക്കാനോ തടഞ്ഞു വെക്കാനോ തിരിച്ചയക്കാനോ രാഷ്ട്രപതിക്ക് അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് തടഞ്ഞു വെച്ചു, തടഞ്ഞു വെക്കാനോ അനുകൂലിക്കാനോ ഒക്കെ അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം രാഷ്ട്രപതി തിരിച്ചയക്കുകയാണ്. ഒരു ബില്ല് പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് തിരിച്ചയച്ചതിന് ശേഷം പാർലമെന്റ് വീണ്ടും അത്
പാസാക്കി രാഷ്ട്രപതിക്ക് തിരിച്ചയച്ചാല് രാഷ്ട്രപതി അത് ഒപ്പുവെക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ നിയമസഭയിൽ നിന്ന് ഒരു ബില്ല് അതുപോലെ തന്നെ ആദ്യം പാസാക്കി പ്രസിഡന്റ് അത് തിരിച്ചയച്ചു, തിരിച്ച് വീണ്ടും അത് പാസാക്കി രാഷ്ട്രപതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിയമസഭ പാസ്സാക്കുന്നത് ഒപ്പിടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പാർലമെന്റ് രണ്ടാമതും പാസ്സാക്കി വിട്ടത് ഒപ്പിടണം നിർബന്ധമുണ്ട്. നിയമസഭയുടെ കാര്യത്തിലാണെങ്കിൽ നിർബന്ധമില്ല. പിന്നെ പറഞ്ഞു മണി ബില്ല് തിരിച്ചയക്കാൻ സാധിക്കില്ല. മണി ബില്ല് എങ്ങനെ വന്നാലും അത് പാസ്സാക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രപതി അത് നിർബന്ധമായിട്ട് ഒപ്പുവെച്ചിരിക്കണം. പിന്നെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ചൊക്കെ അവസാന തീരുമാനം എടുക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ചൊക്കെ തീരുമാനം എടുക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വെക്കുന്നത് പ്രസിഡന്റ് ആണ്. അടുത്തത് സാമ്പത്തിക അധികാരങ്ങൾ. രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ അനുസരിച്ചാണ് ധനബിൽ അവതരിപ്പിക്കുന്നത്. രാഷ്ട്രപതിയുടെ മുൻകൂർ ശുപാർശ അനുസരിച്ച് മാത്രമാണ് ധനബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വെക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വെക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. പിന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായിട്ട് കേന്ദ്ര ധനകാര്യ കമ്മീഷനെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ചെലവുകൾ വരുവാണ്, ദുരന്തം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ അത്യാവശ്യം എമർജൻസി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് തുക, അതായത് കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, പ്രസിഡന്റിന്റെ കീഴിൽ കണ്ടിജൻസി ഫണ്ട് ഉണ്ട്, അതിൽ നിന്നാണ് ഗ്രാന്റ് ഒക്കെ അനുവദിക്കുന്നത്. അതിനുള്ള അധികാരം പ്രസിഡന്റിനാണ് ഉള്ളത്. പിന്നെ ജുഡീഷ്യൽ അധികാരങ്ങളും. സുപ്രീം കോടതി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ജഡ്ജിമാരെ എന്നിവരെയൊക്കെ നിയമിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാര്, ജഡ്ജിമാര് ഇവരെയൊക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 143. ആർട്ടിക്കിൾ 143 പ്രകാരമാണ് രാഷ്ട്രപതി സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത്. അതിനുള്ള അധികാരം 143 നൽകുന്നു. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരം ആർട്ടിക്കിൾ 72. പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരം ആർട്ടിക്കിൾ 72 ആണ്. അതായത് വധശിക്ഷയ്ക്ക് വരെ വിധിച്ചിട്ടുള്ള ഒരാൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം അല്ലെങ്കിൽ അവരുടെ ശിക്ഷ ഇളവ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ആർട്ടിക്കിൾ 72 നൽകുന്നു. പട്ടാള കോടതി ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഗവർണർക്കും ഉണ്ട് അധികാരങ്ങള്. മാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. വധശിക്ഷ ഇളവ് ചെയ്യാനുള്ള അധികാരം ഇല്ല, പക്ഷെ മാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള കോടതികൾ ശിക്ഷ വിധിച്ച കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം ഗവർണർക്കുണ്ട്. അടുത്തത് നയതന്ത്ര അധികാരങ്ങൾ. അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയാണ്. അവയ്ക്ക് അംഗീകാരം നൽകുന്നത് പാർലമെന്റ് ആണ്. അന്താരാഷ്ട്ര ഉടമ്പടികളെല്ലാം നടത്തുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ്. എന്നാൽ അവയ്ക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. പിന്നെ അന്താരാഷ്ട്ര ഫോറങ്ങളിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരെ, ഹൈക്കമ്മീഷണർമാരെ എന്നിവരെ അയക്കുന്നതും എല്ലാം രാഷ്ട്രപതിയാണ്. അടുത്തത് മിലിറ്ററി അധികാരങ്ങൾ. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ അനുമതിയോടെ ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നതും സമാധാന കരാറിൽ ഒപ്പിടുന്നതും രാഷ്ട്രപതിയാണ്. അപ്പം ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വസൈന്യാധിപൻ രാഷ്ട്രപതിയാണ്. പാർലമെന്റിന്റെ അനുമതിയോടെ യുദ്ധം പ്രഖ്യാപിക്കാനും സമാധാന കരാറിൽ ഒപ്പുവെക്കാനും എല്ലാം രാഷ്ട്രപതിക്കാണ് അധികാരമുള്ളത്. അടുത്തത് രാഷ്ട്രപതിക്ക് 3 തരത്തിലുള്ള വീറ്റോ അധികാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഉള്ളത്. പൊതുവെ 4 വീറ്റോ അധികാരങ്ങളാണ് ഉള്ളത്. അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ, ക്വാളിഫൈഡ് വീറ്റോ, സസ്പെൻസീവ് വീറ്റോ എന്നിങ്ങനെ 4 വീറ്റോ അധികാരങ്ങളാണ് ഉള്ളത്. അതിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഉള്ള അധികാരങ്ങൾ വീറ്റോ അധികാരമാണ്. അബ്സല്യൂട്ട് വീറ്റോ, പോക്കറ്റ് വീറ്റോ,
പിന്നെ ഒന്ന് സസ്പെൻസീവ് വീറ്റോ. ക്വാളിഫൈഡ് വീറ്റോ ഇല്ല. അപ്പൊ അബ്സല്യൂട്ട് വീറ്റോ എന്താണ്? പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. അപ്പൊ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ലിൽ ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വീറ്റോ. അപ്പൊ ഏതൊക്കെ സന്ദർഭങ്ങളിലായിരിക്കും അബ്സല്യൂട്ട് വീറ്റോ ഉപയോഗിക്കുന്നത്? ഒന്ന്, ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിനെതിരെ. ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലില് അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാം. പിന്നൊന്ന്, ഒരു മന്ത്രിസഭ രാജിവെക്കുകയും പുതുതായിട്ട് അധികാരത്തിലെത്തുന്ന മന്ത്രിസഭ രാഷ്ട്രപതിയോട് പഴയ മന്ത്രിസഭ പാസാക്കിയ നിയമത്തില് ഒപ്പിടേണ്ട എന്ന് ശുപാർശ ചെയ്യുന്ന സമയത്തും അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാം. അപ്പൊ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കുന്നത്? ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ലിന്മേൽ പ്രയോഗിക്കാം. പിന്നൊന്ന്, ഒരു മന്ത്രിസഭ രാജിവെച്ചു, അതിനുശേഷം പുതിയ മന്ത്രിസഭ വന്നു. അപ്പൊ ഈ പുതിയ മന്ത്രിസഭ പറയുകയാണ് പഴയ മന്ത്രിസഭ പാസാക്കിയ ആ ഒരു ബില്ലില് ഒപ്പിടേണ്ട എന്ന് ശുപാർശ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് അബ്സല്യൂട്ട് വീറ്റോ പ്രയോഗിക്കാം, ആ ബില്ലിന് വേണ്ടിയിട്ട്. പിന്നെ പോക്കറ്റ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് വെച്ചാൽ ഒരു ബില്ലിൽ ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വെക്കാനുള്ള അധികാരം, അതാണ് പോക്കറ്റ് വീറ്റോ. ഒരു ബില്ല് ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വെക്കാനുള്ള അധികാരമാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. അടുത്തത് സസ്പെൻസീവ് വീറ്റോ. ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വീറ്റോ. ഒരു ബില്ല് പാർലമെന്റിന്റെ പുനഃപരിശോധനയ്ക്കായിട്ട് രാഷ്ട്രപതി അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വീറ്റോ ആണ് സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച ബില്ല് വീണ്ടും പാർലമെന്റിന്റെ അംഗീകാരത്തോടു കൂടി തിരികെ വന്നാൽ അത് ഉറപ്പായും പ്രസിഡന്റ് അംഗീകരിക്കണം. ഇത് പാർലമെന്റിന്റെ കാര്യത്തിലാണ് കേട്ടോ ഈ വരുന്നത്. സസ്പെൻസീവ് വീറ്റോ ഉപയോഗിച്ച ബിൽ വീണ്ടും പാർലമെന്റിന്റെ അധികാരത്തോടു കൂടി തിരികെ വന്നാൽ അത് ഉറപ്പായും പ്രസിഡന്റ് അംഗീകരിക്കണം. ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ അധികാരമില്ല. അത് പ്രത്യേകം ഓർത്തിരിക്കുക. ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ വീറ്റോ അധികാരം ഉപയോഗിക്കാൻ അധികാരമില്ല. പിന്നെ ഒന്ന്, ധനകാര്യ ബില്ലിന്റെ മേലും ഈ സസ്പെൻസീവ് വീറ്റോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞ മണി ബില്ലിൽ ഒരു തരത്തിലുള്ള പരിപാടികളും നടക്കത്തില്ല. അടുത്ത അധികാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കലാണ്. രാഷ്ട്രപതിയാണ് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാനായിട്ട്. അതുകൊണ്ട് ഇതില് ഈ രാഷ്ട്രപതിയുടെ അധികാരം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ് എന്നുള്ള കാര്യം മാത്രമേ പറയുന്നുള്ളൂ. രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഒരു ദേശീയ അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. രാഷ്ട്രപതി പുറപ്പെടുവിച്ച ദേശീയ അടിയന്തരാവസ്ഥ പാർലമെന്റ് അംഗീകരിക്കേണ്ടത് 1 മാസത്തിനുള്ളിലാണ്. കേന്ദ്ര ക്യാബിനറ്റിന്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. കേന്ദ്ര ക്യാബിനറ്റിന്റെ ലിഖിത രൂപത്തിലുള്ള ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രപതിക്ക് ദേശീയ അടിയന്തരാവസ്ഥ ഉപയോഗിക്കാൻ കഴിയൂ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കഴിയൂ. പിന്നെ നമുക്കറിയാം അടിയന്തരാവസ്ഥ 3 തരത്തിലാണ് ഉള്ളത്. 3 അടിയന്തരാവസ്ഥകളാണല്ലോ ഉള്ളത്. ഒന്ന്, ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352. ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352 അത് പിന്നെ ഒന്ന്, സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356 പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ 356. പിന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360 എന്നിങ്ങനെ 3 അടിയന്തരാവസ്ഥകളാണ് ഉള്ളത്. ഇനി ഈ അടിയന്തരാവസ്ഥ എത്ര നാളായിരിക്കും അതിന്റെ ഒരു അടിയന്തരാവസ്ഥയുടെ കാലാവധി എന്ന് പറയുന്നത്? പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെന്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ 6 മാസം വരെയാണ് നിലനിൽക്കുന്നത്. 6 മാസം വരെ നിലനിൽക്കും. അതിനുശേഷം എന്ത് ചെയ്യണം? ഓരോ 6 മാസം കൂടുമ്പോഴും പാർലമെന്റിന്റെ അംഗീകാരത്തോടെ എത്ര കാലം വേണമെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ നീട്ടാവുന്നതാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും ഓരോ തവണയും പാർലമെന്റിന്റെ അംഗീകാരത്തോടെ അത് നീട്ടി എത്ര കാലം വേണമെങ്കിലും കൊണ്ടുപോകാം. പിന്നെ പ്രധാനമായിട്ട് ഇന്ത്യയിലെ 3 തവണയാണ് ഇതുവരേക്കും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏതൊക്കെ വർഷമാണ്? 1962, 1962, പിന്നെ ഏതാണ്? 1971, പിന്നെ 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്.
അപ്പൊ ഇത്രയാണ് രാഷ്ട്രപതിയെ പറ്റി ഉള്ള കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. രാഷ്ട്രപതിയെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു.